Hey guys, welcome to Cybertech channel. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ റീസെൻ്റ് ആയിട്ടൊരു MIയുടെ മോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, MI Mop 2 Pro. ബട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പാർട്സ് ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് അതിൻ്റെ വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മോപ്പിംഗ് ബ്രഷ്, അതുപോലെ തന്നെ അതിൻ്റെ മോപ്പ് ചെയ്യുന്ന ഒരു തുണി അതിനടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേടാവാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൽ തന്നെ കാണിക്കുമ്പോൾ അതിൻ്റെ ലൈഫ് ഈസ് ഗോയിങ് ഡൗൺ, എന്ന് വെച്ചാൽ ലൈഫ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ എല്ലായിടത്തും നോക്കിയിട്ടും എനിക്ക് ഇതിൻ്റെ ഒരു പാർട്സും വാങ്ങിക്കാൻ അവൈലബിൾ അല്ല. ഈവൻ ആമസോണിൽ അവൈലബിൾ അല്ല, ഒഫീഷ്യൽ ആക്സസറീസൊന്നും അവൈലബിൾ അല്ല, അതിന് MIയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ടും അവൈലബിൾ അല്ല. ഫൈനലി ഞാൻ കരുതി ഇതിൻ്റെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കിട്ടാതായി കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് വേസ്റ്റായി പോകുമെന്നൊരു തോന്നി. അപ്പോൾ അങ്ങനെ കുറേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കറക്റ്റ് ഡിറ്റോ, ഒറിജിനൽ അല്ല, ഒഫീഷ്യൽ അല്ല, ബട്ട് ഡിറ്റോ പാർട്സ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ നമ്മൾ ഉപയോഗിച്ച് എത്ര നാൾ കഴിയും തോറും ഇത് നശിച്ചു പോകുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു പുറത്ത് കാണുന്നുണ്ടല്ലേ, ഈ പുറത്ത് കാണുന്ന ഈ ഒരു തുണി, ഇത് കേടായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ബ്രഷ് ഉണ്ടല്ലേ, ഈ ഒരു ബ്രഷ്, അതുപോലെ തന്നെ ഈ ബ്രഷ് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ഇത് ഗ്രാജുവലി ഇത് കേടായി പോവും. നമുക്ക് റീപ്ലേസ്മെൻറ്റ് വേണം. ഇൻബിൽട്ടായിട്ട് ബോക്സിൽ ഒരു അഡീഷണൽ ബ്രഷ് വരുന്നുണ്ട്, പക്ഷേ അതും നമ്മൾ ഉപയോഗിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഈ ഒരു പ്രോഡക്റ്റ് കുറേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് വാങ്ങിയത്. എൻ്റെത് MI Mop 2 Pro ആണ്. അപ്പം MI Mop 2i എന്നൊരു മോഡലുണ്ട്, പിന്നെ MI Mop 2 എന്നൊരു മോഡലുണ്ട്, പിന്നെ MI Mop എന്നൊരു മോഡലുണ്ട്, കുറേ മോഡലുകളുണ്ട്. അപ്പോൾ എൻ്റെത് MI Mop 2 Pro ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പാർട്സാണ് വാങ്ങിയത്. അപ്പോൾ ഇത് എൻ്റെ പഴയ ഡസ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നതിന്, പഴയ ഡസ്റ്റ് ഫിൽറ്ററാണ്. ഇത് മാറിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ വന്ന ഡസ്റ്റ് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് 2 ഡസ്റ്റ് ഫിൽറ്റർ വന്നിട്ടുണ്ട്, കാണിക്കാം. ഇത് നമുക്ക് അതിൻ്റെ കൂടെ വന്ന ബ്രഷ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന ബ്രഷ് നശിച്ചു പോയിട്ടുണ്ടല്ലേ, എൻ്റെ കയ്യിൽ കിടന്ന ബ്രഷ് എല്ലാം മുറിഞ്ഞ്, ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം മുറിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഇത് ഗ്രാജുവലി നമ്മുടെ പൊടിയെല്ലാം കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കീറിപ്പോവും. അങ്ങനെ ഇത് നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡസ്റ്റ് ഫിൽറ്റർ, ഇത് പഴയതാണ്. ഇതിൻ്റെയും തന്നെ എനിക്ക് ഒരു പുതിയ ഡസ്റ്റ് ഫിൽറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അടിയിലുള്ള തുണി, ഇത് 2 എണ്ണം ഈ ഒരു എനിക്ക് പാക്കേജിലുണ്ടായിരുന്നു. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പാക്കേജിൽ 2 എണ്ണം അഡീഷണൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ നിങ്ങൾക്ക് കാണാൻ 2 ബ്രഷ്, 2 അടിയിലത്തുള്ള മെയിൻ കറങ്ങുന്ന ബ്രഷ് 2 എണ്ണം വന്നിട്ടുണ്ട്. ഒന്ന് ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലീനിങ് ബ്രഷും ഉണ്ട്, ഒരു ഓറഞ്ച് ക്ലീനിങ് ബ്രഷ് നമുക്ക് ഇതിൽ കാണാം. ഓറഞ്ച് ക്ലീനിങ് ബ്രഷ് താഴെ ഇരിക്കുന്ന കാണാം, അത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ 2, ഇതെല്ലാം പക്ക ഫിറ്റാണ്, പെർഫെക്റ്റ് ഫിറ്റാണ്. ക്വാളിറ്റി ഈസ് ഓൾസോ ഗുഡ്. എന്ന് പറഞ്ഞാൽ വലിയ മോശമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. നമുക്കത് നമ്മുടെ പൊടിയെല്ലാം അതുപോലെ തന്നെ പിടിക്കുന്ന പ്രശ്നങ്ങളും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് 2 എണ്ണം വന്നിട്ടുണ്ട് ഈ ബോക്സിൽ. ഇതാണ് ഡസ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ ഡസ്റ്റ് ഫിൽറ്റർ. ഇതിൻ്റെ കൂടെ വന്ന ഡിറ്റോ സെയിം, കുറച്ച് കട്ടി വ്യത്യാസം അതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ വെച്ച് കട്ടി കുറവുണ്ട്. അപ്പോൾ ഡിറ്റോ ആണ്. ഇതിൻ്റെ 2 എണ്ണം നമുക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ഇത് പഴയത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബോക്സിൽ വരുന്നത്. 2 ഈ തുണി, അടിയിലുള്ള വെള്ളം മോപ്പിങ്ങിൻ്റെ തുണി 2 എണ്ണം, ഈ 2 ബ്രഷ്, അതുപോലെ തന്നെ ഈ ക്ലീനിങ് ബ്രഷ്, 2 ഡസ്റ്റ് ഫിൽറ്റർ, പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. ഈ സെയിം തന്നെ ഡിറ്റോ നമുക്ക് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം കൂടാണ് ഈ ഒരു ബോക്സിൽ വന്നത്. ഏകദേശം 1000 രൂപയാണ് ഇതിന് അയക്കുന്നത്. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. 1000 രൂപയാണ് നമുക്ക് എല്ലാം കൂടെ വന്നേക്കുന്നത്. വേർത്താണ്, പക്ഷേ നമുക്കിതിൻ്റെ ഒറിജിനൽ ആക്സസറി എങ്ങും കിട്ടാനില്ല. സോ ഇത് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ MI Mop ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം, ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ 1 or 2 മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ ഇത് കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരും. അപ്പം ഇതൊരു നല്ല ആക്സസറിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ MI Mop യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് MI Mop 2 Proൻ്റെ ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ തന്നെ MI Mopൻ്റെ സിമിലർ ആയിട്ടുള്ള MI Mop 2i, Mop 2 അങ്ങനെയുള്ള പല മോഡലിലുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.